ടെക് ട്രാവലിറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലക്ഷദ്വീപിലെ കാണുന്നത് ബംഗാരം ഐലൻഡിന്റെ സമീപത്താണ്. നമ്മൾ അഗത്തി ഐലൻഡിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ബോട്ടിൽ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ബംഗാരം ഐലൻഡിന്റെ ഏതൊക്കെയോ ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ മീൻ പിടിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. നമ്മൾ ഇതേണ്ട ഈ ബോട്ടിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നത്. കഴിഞ്ഞ ദിവസമല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത്. അപ്പം മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പം മാനിക്കൊക്കെ ഇവിടെ മീൻ പിടിച്ച് മതിയാവുന്നില്ല എന്നാണ് പറയുന്നത്, അല്ലേ? അതായത് മീൻപിടുത്തം ചൂണ്ട ഇട തന്നെ അത്യാവശ്യം ക്ഷമയും കാര്യമൊക്കെ കിട്ടും. ലക്ഷദ്വീപിൽ വന്നിട്ട് മീൻ പിടിക്കുന്നത് വേറൊരു എക്സ്പീരിയൻസ്. പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അതെ, പെട്ടെന്ന് കിട്ടുന്നുണ്ട്. കാണാൻ നല്ല മുഞ്ചുണ്ട്. നമ്മളവിടെ കിട്ടുകയാണെങ്കിൽ വല്ല പെരലോ വല്ല വിലാലോ ഇവിടെ ആവുമ്പോഴേ നല്ല മഞ്ഞ മീനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാസർക്ക് അത് ഇവിടെ ചൂണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാസർക്ക് എനിക്ക് ഇടണോ? അതെ, ഞാനിടാമേ കേട്ടോ. ഞാനിടാം. യെസ്, തരൂ. കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മീൻപിടുത്തം എന്ന് പറയുന്നത് ശരിക്കും ഒരു അഡിക്ഷനായി മാറുന്ന ഒരു സംഭവമാണ്. ഒരു ഭയങ്കര ഒരു അഡിക്ഷനായി മാറുന്ന. നമുക്ക് ഇവിടുന്ന് പഠിക്കണം. നാട്ടിലൊക്കെ പോയിട്ട് എന്നിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് മീൻ പിടിക്കാൻ പോകാമല്ലോ. അപ്പൊ നല്ല മഞ്ഞ കളറിലെ മീനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്ര നേരം ഇവിടെ. അപ്പൊ ഈ ഒരു ഏരിയ വൈസ് ആണല്ലേ ഇവന്മാര്? അപ്പൊ ഈ ഒരു ഏരിയയിൽ ഈ മഞ്ഞ മാത്രമേ ഉള്ളൂ ആണല്ലേ? വേറെ ഉണ്ടാവും അല്ലേ? അത് ശരി. നമ്മളിപ്പോ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും വേറെ മീനാണ്. അപ്പൊ ഈ ഒരു ഏരിയയില് നമുക്ക് ഇപ്പൊ ഈ കടലിന് ഈ ഒരു കളർ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആഴം കുറവുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് നമുക്ക് കടലിന് ഈ ഒരു കളർ കാണാൻ സാധിക്കുന്നത്. കിട്ടിയോ? അതായത് ഇത് ആദ്യമൊക്കെ ശ്രദ്ധ വേണം. ഇങ്ങനെ വർത്താനം പറയാ, അങ്ങനെ വരുമൊന്നുമില്ല. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു ഇളം നീര കിട്ടിയില്ല. ശ്രദ്ധ പോയതാണ്. നീ അയിമക്ക് ശ്രദ്ധിക്കട്ടോ. കിട്ടി. അയിമ ശ്രദ്ധിച്ചു. ഒരു മിനിറ്റ്, ഫോട്ടോ എടുക്കട്ടെ. കണ്ട പെട്ടക്കട മീനെ കണ്ട. മഞ്ഞ കളറിലെ മീനാണ്. മഞ്ഞ മീൻ കണ്ട, മഞ്ഞ. ഇവനീ പിടക്കുന്ന എന്താണെന്നറിയോ? ചൂണ്ട പിടിക്കുമ്പോഴത്തേക്കിനും പിടച്ചിട്ടെങ്ങാനും ചൂണ്ടയെന്ന് തെറിച്ച് വീണ് കഴിഞ്ഞാൽ തിരിച്ച് വെള്ളത്തിൽ പോകാമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മൾ വിടത്തില്ലല്ലോ. എന്നാലും അന്യ സംഭവമാണ്. ഞാൻ കരുതി ആക്ച്വലി ഇവര് വലയിട്ടായിരിക്കും പിടിക്കുന്നത്. പക്ഷെ ഇവര് വലയിട്ടല്ല പിടിക്കുന്നത്. ഇവര് നമ്മളിപ്പോ ചൂണ്ടയിട്ടിട്ട് ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു 10-40 മീന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. വേറെ കിട്ടിയാ? ഇതെന്ത് സാധനോ? ഇത് കഴിക്കുന്ന മീനാ? അല്ല, അപ്പൊ ഈ മഞ്ഞ നമ്മള് ശരിക്കും കഴിക്കാൻ എടുക്കുന്ന മീനാണോ? മഞ്ഞ ആണോ? അതും കഴിക്കും ആണല്ലേ? ഇതിന്റെ പേരെന്താ? ഇതില് ഇല്ല, ഇത് എന്താണേലും മീൻ തന്നെ അല്ലേ? ഇത് നല്ല മീനാ എന്തായാലും കേട്ടോ. കൊള്ളാം. എന്തായാലും നമുക്കപ്പോ ഇത്ര നേരം കിട്ടിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താ പെരുങ്കണ്ണി. അതുകൊണ്ട് പെരുങ്കണ്ണായതുകൊണ്ടായിരിക്കും പെരുങ്കണ്ണി എന്നതിന് പേര്. ഇത്ര കിട്ടിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് വേറെ കിട്ടി. പിന്നല്ല, ശരിക്കും ഭയങ്കര ഒരു ക്ഷമ വേണ്ട ഒരു ജോലിയാണ് ഈ എന്താ പറയാ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. കാരണം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോയി വെയിറ്റ് ചെയ്ത് നമ്മളിത് അങ്ങോട്ട് തേടി പോകുന്നതല്ലല്ലോ, അവരിങ്ങോട്ട് തേടി വരണമല്ലോ നമ്മളെ. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. ശരിക്കും മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾക്കൊക്കെ നല്ല ക്ഷമയായിരിക്കും. നമുക്ക് പലർക്കും പലപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇത് കണ്ടോ, ഇത് ചൂണ്ടയാണ് കണ്ടോ, ഒരു ചൂണ്ടയാണ്, പറ്റിക്കൽ ചൂണ്ട. പിന്നെ ഇവര് ബോട്ട് ഓടുന്ന സമയത്ത് ഒരു മീനിന്റെ ഷേപ്പിലുള്ള ഒരു ചൂണ്ട ഉണ്ടായിരുന്നു, അതിട്ടിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും കിട്ടിയില്ല. അപ്പം എന്തായാലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള ചൂണ്ടകളുണ്ട്. ഇത് ഈ വലിയ മീനിനുള്ളതാണോ? അപ്പൊ ഈ വലിയ മീനിന് ഒരു ടൈപ്പ് ചൂണ്ട, ചെറിയ മീനുകൾക്ക് വേറെ ടൈപ്പ് ചൂണ്ട, അങ്ങനെയൊക്കെയാണ് ഇവരുടെ കയ്യിൽ കണ്ടത്. ഇതൊക്കെ ചൂണ്ടകൾ കണ്ടോ, എത്രയും വെറൈറ്റി ചൂണ്ടകളാണെന്ന് നോക്കി. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കിട്ടിയാ? ഓ, അപ്പൊ ഇപ്പൊ മഞ്ഞ മാറി പെരുങ്കണ്ണനായോ? മഞ്ഞ മാറി ഇപ്പൊ പെരുങ്കണ്ണന്റെ ടൈമായി കണ്ടോ. പോയാ? പക്ഷെ അവൻ ചത്ത്. കാര്യമില്ല, അവൻ പോയി രക്ഷപ്പെടത്തില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ പിടക്കുന്നത് എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ അവൻ പോയി. അല്ല, അവൻ മിക്കവാറും ചത്ത് കാണും അല്ലേ? ചൂണ്ട പിടിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാ പിന്നെ ആ മീൻ ജീവിക്കോ അല്ലേ? എന്നാലും അതിന്റെ പരിക്കുണ്ടാവില്ലേ? ഇല്ലല്ലേ? അതാണ് കണ്ട. ട്രോൾ അടിക്കാനായിട്ട് നമുക്ക് വേറെ ആരും വേണ്ട, നമുക്ക് ഇവിടെ ചേട്ടന്മാരുണ്ട്. നമ്മുടെ ഷുക്കൂർക്ക ആള് പുലിയാട്ടാ. കണ്ടില്ലേ? ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ തഗ് ലൈഫ് കാണിക്കുന്ന പറയുന്ന ആളാണ് ഷുക്കൂർക്ക. വീണ്ടും കിട്ടിയ മഞ്ഞ കിട്ടി. മഞ്ഞ
മഞ്ഞ മഞ്ഞ മഞ്ഞ മഞ്ഞ ബൾബുകൾ. നമ്മളവിടെ ഈ നാടൻ ഒരു ശൈലിയിൽ നമ്മൾ മീൻ പിടിക്കുമല്ലോ, അത് നമുക്ക് അവിടെ മീൻ നോക്കിയാൽ കിട്ടൂല. നമ്മൾ ചൂണ്ടിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപ്ക്ക് വരണം. അപ്പോൾ എന്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഇവിടുന്ന് ആരും കാണാതെ മീൻ പിടിച്ച് രസിച്ചു പോകാം അല്ലേ? ശരിക്കും അത്ര ഇല്ല നമുക്ക് ഉണ്ട് ഇപ്പോ. അത് മാത്രമല്ല, ഒപ്പം ആ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും എല്ലാം കൂടെ മൊത്തത്തില് സെറ്റപ്പാ. അപ്പൊ നമ്മുടെ ബോട്ടിന്റെ സ്രാങ്ക് ഇവിടെ മീൻ പിടുത്തം തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ നോക്കിയാ ചറപറ ആയിരിക്കും മീനുകൾ വന്നോണ്ടിരിക്കുന്നത്. വേണ്ട ആ തകർത്ത് ക്യാപ്റ്റൻ മീൻ പിടുത്തത്തിലാണ്. ക്യാപ്റ്റനെ ശല്യപ്പെടുത്തരുത്, മീൻ പിടുത്തത്തിലാണ്. ആ അതെ കിട്ടി. കണ്ടാ ദേ വരുന്നു. ഇത് ഇവരൊക്കെ വെറുതെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം മീൻ കയറി അങ്ങ് കൊത്താണ്. അയ്യോ ഇത് തീരെ ചെറുതായിപ്പോ അല്ലേ? എന്നാലെന്താ ഈ മീനിന് അവിടെ എന്ത് വില കിട്ടും? മഞ്ഞക്ക് എന്ത് വില കിട്ടും? കിലോയ്ക്ക് 80 രൂപ. അത്ര ഉള്ളല്ലേ? അത് കുറവല്ലേ? ഇവിടെ ഏറ്റവും വില കൂടിയ മീൻ ഏതാ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നതില്? നെയ്മീനാണോ ഇവിടെ ഏറ്റവും വില കൂടിയത് ഈ ഭാഗത്ത് കിട്ടുന്നത് അല്ലേ? എന്ത് വില ഉണ്ട് അതിന്? ഇവിടെ 250 രൂപ. അതെ ഇവിടെ പണി തുടങ്ങി. കണ്ട ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഫ്രൈ ചെയ്യാൻ പോണോ കറി ഉണ്ടാക്കാൻ പോണോ? പിന്നെ വലിയ മീൻ പിടിക്കാൻ വേണ്ടി അത് അവിടെ നിന്നും പോയി മാനുക്ക. ഇവര് ഫുള്ള് തഗ്ഗിന്റെ ആൾക്കാരാണല്ലോ. ഇത് പിടിച്ചിട്ട് ഇതും കൊണ്ടാണ് ഇനി വലിയ മീനെ പിടിക്കാൻ പോകുന്നത്. നന്നാക്കി കൊടുക്കണം, നമ്മളെ ആൾക്കാർക്ക് കൊടുക്കണ പോലെ തന്നെ നന്നാക്കണം. ഓ അത് ബൾക്കായിട്ട് കണ്ടില്ലേ? വലിയ കഷ്ണം ഇട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് വലിയ മീനുകളെ കിട്ടുള്ളൂ. അപ്പൊ അത് മുറിച്ച് ഒരു മീനിനെ 4 ആക്കിയിട്ട് അതാണ് നമ്മൾ ചൂണ്ടയിലിട്ട് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ തകർത്ത്. ഇതൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് സെറ്റപ്പാട്ടോ. ക്യാപ്റ്റന് പെരുങ്കണ്ണനെ കിട്ടിയിരിക്കുകയാണോ വീണ്ടും? പെരുങ്കണ്ണനെ കിട്ടി. ഇവിടെ കുറെ എണ്ണം പടച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അടുത്ത മീനുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഷുക്കൂർക്ക മുത്താണ്. കാശെറിഞ്ഞ് കാശ് വാരുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള സംഭവമാണ്. മീനെറിഞ്ഞ് മീനിനെ വാരുന്ന പരിപാടിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനെറിഞ്ഞ് മീനിനെ വാരുന്നു. നാസർക്ക് കിട്ടിയ കിട്ടി. നാസർക്ക് സംഭവമാണ്. സംഭവമാണ്. ഇപ്പോൾ നമ്മള് ഈ മീൻ മുറിച്ചിട്ട് നമ്മൾ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകും അല്ലേ? അടുത്ത സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് എത്ര ദൂരം പോകണം നമ്മള്? ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് പോയാൽ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട്. അത് ശരി. ചേട്ടന്റെ താടി അടിപൊളിയാട്ടോ, ഉഷാറായിട്ടുണ്ട് അല്ലേ? നല്ല ഗ്ലാമർ അല്ലേ? കൂളിംഗ് ഗ്ലാസ് കൂടെ വെച്ചപ്പോഴത്തേക്ക് ആള് ലുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ കപ്പിത്താൻ ഉമ്മർ കോയ ഇക്കാടെ താടി കണ്ട. അപ്പൊ നമ്മള് നങ്കൂര വിട്ടത് ഇപ്പം എടുത്ത് മാറ്റി. ഇനിയിപ്പൊ നമ്മള് പോവും. യെസ്. അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ട് നമ്മളെ ചെറിയ മീനിനെ ഇട്ട് മഞ്ഞ മീനിന്റെ കഷ്ണങ്ങൾ ഇട്ടിട്ട് വലിയ മീനിനെ പിടിക്കാനുള്ള പരിപാടിയിലാണ്. വാവ്. അതെ ചൂണ്ട മാറ്റി വലിയ ചൂണ്ടയാണ്. ഷുക്കൂർക്ക അതാണ്ട് ഇപ്പൊ നോക്കണേ. അപ്പൊ ഷുക്കൂർക്ക അതേ വലിയ മീനിനെ പിടിക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. കേട്ടോ എറിയല് കണ്ടാ. ഓ ഷുക്കൂർക്ക പറത്തി വിട്ട് കണ്ടാ. ഇതാണ് പറത്തി വിട്ട് മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇപ്പൊ പിടിച്ചിരിക്കും നമ്മള്. തകർക്ക കേട്ടോ. അത് എറിയൽ അടിപൊളിയായിരുന്നു അല്ലേ? അതാണ്. ഇപ്പൊ നോക്കിക്കോ. ഇപ്പൊ നോക്കട്ടെ. ഷുക്കൂർക്ക് അടുത്ത് എറിയാൻ പോവാണ്. യെസ് കണ്ടാ എറിയല് കണ്ടാ. കേട്ടാ ഇതില് ചെറിയ മീൻ കൊത്തത്തില്ല അല്ലേ? ചെറിയ മീൻ കൊത്താനുള്ള ഇല്ലല്ലോ, വലിയ മീനിലേ കൊത്തുള്ളൂ. മാനൊക്കെ അവിടെ പിടിച്ചോണ്ടിരിപ്പുണ്ട്. അതപ്പം അറിയല്ലേ നമ്മള്
ഇല്ല, ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമല്ലോ. ആണല്ലേ? ഇത് നമ്മള് മറ്റേ പോലെ അറിയില്ല. ഇല്ല, അവൻ പിടിച്ചു കഴിയുമ്പോ അങ്ങോട്ട് വലിക്കും. അന്നേരമാണ് നമ്മൾ നീങ്ങും. ആണല്ലേ? അപ്പൊ നമ്മള് വലിക്കും. അതാണ് അതിനാണ് ഈ പിടുത്തം. അതാണ് ആ ഈ പിടുത്തം മീനെ കൊണ്ടുപോകും. സ്രാവുണ്ടോ? നമ്മള് വലിയ മീനിനെ വെച്ചാലേ നമ്മളിവിടെ ഫ്രഷ് കുക്ക് ചെയ്യും കേട്ടോ. അതാണ് ഉറപ്പാണ് നമ്മൾ ചെയ്യും. സമയത്ത് വിട്ടു കൊടുക്കണേ. പോകുന്നുണ്ട്. നാസർക്ക വെള്ളത്തിൽ ചാടുന്നോ? നാസർക്ക ചിലപ്പോ വേണമെങ്കിൽ ചാടും. ഇതിന്റെ ഒരു ടെക്നിക്കുണ്ട് ഈ സാധനത്തിന്റെ. കയറയിലാണ് ഈ പരിപാടി. ചെയ്യുന്നുണ്ടാ ഇങ്ങനെ തിരിച്ച് സീനും കയറയിൽ ഇങ്ങനെ നിൽക്കും. കൊള്ളാല്ലേ? എന്ത് കാമാൻ ക്വയറ്റാണെന്ന് നോക്കിയപ്പോ. വെരി സൈലന്റ്. എല്ലാവരും മീനിനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഓരോ ചൂണ്ട കയ്യിലുണ്ട്. വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഇങ്ങനെ ക്ഷമാപൂർവം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 2 3 4 5 6 പേര് 6 ചൂണ്ട ഇട്ടിട്ട് 6 സൈഡിൽ കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനിവിടെ ആരെപ്പം കിട്ടും എഴുതി ക്യാമറയും കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. ചെറിയ മീനിനെ പിടിക്കാൻ പെട്ടെന്നുണ്ട്. അതെ, വലിയ മീനിനെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാന്ന് മനസ്സിലായി. അതെ, കുറച്ച് ക്ഷമ വേണം. എക്സ്പീരിയൻസ് വേണം. അതെ, അതിന് കുറച്ച് ടെക്നിക്കലായിട്ട് നാസർക്ക് കിട്ടിയ മാനൂര് കിട്ടി. നാസർക്ക് കിട്ടി. എവിടെ? യെസ് മാനിക്കായ്ക്ക് കിട്ടി. മാനിക്കായ്ക്ക് കിട്ടി. വരട്ടെ. മാനിക്ക ഫസ്റ്റ്. ചുറ്റാതെ വലിക്ക്. എങ്ങനെയൊക്കെ വലിക്കുക. മീൻ ചത്തെന്തായാലും പൊങ്ങി കിടപ്പുണ്ടേ. അതാ ദേ വരുന്നത്. അതല്ലേ? അപ്പൊ മാനിക്കാട വേറെയാ. അതാ ഇത് തന്നെയാണ്. കൊള്ളാം. ഇത് ഏതാ മീന്? ഇതാണ് മീന്. ഇതെന്ത് മീനാ? ഇത് വലിക്ക്. ഇതാരുടെ ഇത് മാനിക്കാടയാ. വലിക്ക്. അത് അടിയിൽ എവിടെ ഉടക്കി സാധനം ഉടക്കിയിട്ട് കറങ്ങി തിരിഞ്ഞ് വന്നതാണ്. അത് പോയി. അത് തിരിച്ചു പോയി. അത് ചത്തായിരുന്നു ആ മീൻ ആക്ച്വലി. പക്ഷെ അത് തിരിച്ചു പോയി. എവിടെ ഉടക്കിയത് അത് തിരിച്ചു പോയി. മീനെ കിട്ടിയിരിക്കാണ്. മാനിക്കായ്ക്ക് പൊക്കിപ്പിടി. കൊള്ളാം, ഉഷാറ. ഈ മീനിന്റെ പേരെന്താ? മെട്ടി. കൊള്ളാം. എന്നാലും ഷുക്കൂർക്ക കടലിൽ ചാടാതെ രക്ഷപ്പെട്ടു. അതെ കിട്ടി കേട്ടോ. എടാ നീ ഞങ്ങളെ ഒന്ന് കഷ്ടപ്പെടുത്തി. ആദ്യം വന്നു, പിന്നെ നീ വീണ്ടും കടലിൽ പോയി, പിന്നെ നീ വന്നു. കണ്ടാ എങ്ങനെ ആയാലും ഒരു 3/4 കിലോ ഉണ്ടാവും. ഓ അതാണ് കണ്ടാ. മഞ്ഞ മീനിനെ ആയിട്ട് നമ്മള് മെട്ടി പിടിച്ചിരിക്കുകയാണ്. പൊളിച്ചിട്ട സാധനം. എന്തായാലും ഒരെണ്ണത്തിനെ കിട്ടി. നെയ്മീനെ കിട്ടാൻ വഴിയൊന്നുമില്ല അല്ലേ? നെയ്മീൻ ഓട്ടത്തിലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. പുറകടല്ല ചാടി എടുക്കുന്നത്. ഓ, നെയ്മീനെ നമ്മൾ പുറംകടലിൽ മാത്രമേ കിട്ടുള്ളൂ. അതിങ്ങനെ ഓട്ടത്തിൽ എടുക്കും, ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തോ വഴികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വരുന്ന വഴിക്ക് ഇവര് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഷുക്കൂർക്ക വീണ്ടും അറിയാൻ പോണു. ആരാ ചവിട്ടിയേ? എന്താ മാനിക്കായത്? സോറി പറ. ഷുക്കൂർക്ക വീണ്ടും അറിയാൻ പോണു. അത് ശരിയാ. ഓ എന്റെ പൊന്നെ. കൊള്ളാം, നല്ല പാട്ട്, ഉഷാറായിരുന്നു. അപ്പൊ നമ്മള് ലൊക്കേഷൻ ഒന്ന് മാറുവാണ്. ഇവിടെ നിന്നിട്ട് ഇത്ര നേരം നിന്നിട്ട് ആകെ ഒരെണ്ണത്തിനെ കിട്ടിയുള്ളൂ. അപ്പോൾ അവന്മാർക്ക് മനസ്സിലായി നമ്മൾ കുറേ പേര് ഇവിടെ നിൽപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറി നോക്കാമെന്ന് വിചാരിച്ച് ബോട്ട് എടുത്തു. നങ്കൂരം പൂരി. വേറെ സ്ഥലത്ത് വന്ന് ഞങ്ങൾ ആങ്കർ ചെയ്തിട്ട് ഷുക്കൂർക്ക വീണ്ടും എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ പിടിച്ചോ? മാനക്കൊക്കെ എറിയാൻ പഠിക്കണ്ടേ ഇനിയിപ്പോ?
അത് രസമല്ലേ? ആരേലും കണ്ണ കാലൊക്കെ പോകും. മാനിക്ക കിട്ടിയാ? പോയി സംശയമുണ്ട്. എന്തായാലും നോക്കാം. പോയില്ല എന്തോ കിട്ടിയിട്ടുണ്ട് മാനിക്കൊക്കെ. വലി 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 ആഞ്ഞോളി ആഞ്ഞോളി. ഇല്ല ഇത് പോയി സംശയമുണ്ട്. പോയില്ല വലിക്കേ വലിക്കേ. മീന് ആ മീനുണ്ട്. വലി വലി വലി. കൊള്ളാം, പൊളിച്ച്. ഇതെന്ത് മീനാ? പൊളിച്ചിട്ടാ, പൊളിച്ച് 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 പൊളിച്ചു. മട്ടി തന്നെ അല്ലേ? മട്ടിന്റെ ഒറിജിനൽ ആണല്ലോ. ആ ഇത് തകർത്തിട്ടോ. മാനിക്കാണ് 2 മീനും പിടിച്ചത്. അവിടെ കണ്ടാ ഇത്രയും പേര് ഇവിടെ നിൽക്കുമ്പോ നാണക്കേടാട്ടോ നാസർക്ക. നാണക്കേടാണ് നാണക്കേടാണ്. ഷുക്കൂർക്കല്ലേ എറിഞ്ഞു തന്നെ, അതുകൊണ്ടാ. ആ ഷുക്കൂർക്ക എറിഞ്ഞു തന്ന് മാനിക്ക പിടിച്ചു. എല്ലാരോടും ഇഷ്ടമുണ്ട്. അതെ 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 അതെ. അപ്പൊ എന്തായാലും മാനിക്ക വീണ്ടും മീനെ പിടിച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ വായിന്ന് അത് എടുക്കണ ഇച്ചിരി പണിയല്ലേ? അന്യ കടിയാണല്ലോ കടിച്ചേക്കുന്നേ. ആ അതെ, ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ ചൂണ്ട എടുക്കാനായിട്ട്. കാരണം മീനിനെ നശിപ്പിക്കാതെ വേണ്ട എടുക്കാനായിട്ട്. കാരണം ഇത് വിൽക്കാനുള്ള മീനാണെങ്കിലേ. ആ അതേ തകർത്ത് കേട്ടോ, തകർത്ത് കൊള്ളാം. ബോട്ട് ഇവിടെ നങ്കൂരിട്ടിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടാ. ഓളത്തിൽ ഇങ്ങനെ 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 ആടിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുമ്പോഴത്തേക്കിനും മിക്കവാറും മാനക്ക റൂമിലെത്തി കഴിയുമ്പോഴേ നമ്മളിങ്ങനെ ഇരുന്ന് ആടുമായിരിക്കും. ഷിപ്പിൽ പോരുമ്പോ അങ്ങനെ ആണല്ലേ? അതായത് ഷിപ്പിൽ നമ്മളിപ്പോ അവിടെ നാട്ടിൽ എറണാകുളത്ത് എത്തി കഴിഞ്ഞാല് ഒരു ഇങ്ങനെ ആട്ടുണ്ടാവും. പണ്ടൊക്കെ ട്രെയിനിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഷുക്കൂർക്കായ്ക്കും ഷുക്കൂർക്കായ്ക്ക് ഒരു മീനെ കിട്ടിയിരിക്കുകയാണ്. ഇത് വേറെന്താ സാധനമുള്ള? ഇതെന്താ ഇത്? കരിമീനും അല്ലേ? എന്റെ പൊന്നെ, എന്താ കാട്ടിക്കണപ്പാകെ? ഇതെന്താ സംഭവം? ചമ്മം. ചെമ്മാമോ? പേര് പുതിയ ഇട്ടതാ. എന്റെ പൊന്നെ ഷുക്കൂർക്ക പൊക്കി കാണിച്ചേ, കാണട്ടെ, നോക്കട്ടെ. പൊളിച്ചിട്ടാ. അയ്യോ ഇതൊരു അജ്ജാതി മീനാണല്ലോ. ഇവൻ പെരും തീറ്റന്നോ? ചെമ്പല്ലിയുടെ വെറൈറ്റി അല്ലേ? ആ പൊളിച്ചിട്ടോ. നോക്ക് 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 എന്തൊക്കെയാണ് സാധനങ്ങൾ വരുന്നതെന്ന് നോക്കിയേ. ഇത് നമ്മള് പാചകം ചെയ്യുന്നതാണോ? ചേറുണ്ടോ? ആണല്ലേ? എനിക്ക് വയ്യതേ നോക്ക് സാധനം. പേരൊന്നും അറിയില്ല, എന്നാലും സംഭവം കൂടുവാണ്. ഏതേ ഉഷാറായിരിക്കണ സാധനം കണ്ട. ആ എനിക്കും കൊത്തി, എനിക്കും കൊത്തി 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 കൊത്തി. ആ വലിച്ചോളി, വലിക്കി വലിക്കി. ആ ആയിക്കോട്ടെ, പിടിക്ക് പിടിക്ക്. വലുതറിഞ്ഞ നമുക്ക് എന്താ അവൻ രക്ഷപ്പെട്ടു കേട്ടോ, രക്ഷയില്ല. ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ. നോട്ടെ നോക്കാം, നമുക്ക് അടുത്ത് നോക്കാം. ഇതൊരു വെറൈറ്റി സാധനം എന്തായാലും കേട്ടോ. നോക്കണ്ട ഇടുക്കി സാധനമാണ് കണ്ട. എന്തായാലും ഞാൻ പിടിച്ചൊരു മീന് അത് അടുത്ത് വരെ എത്തിയിട്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഭയങ്കര വെയിറ്റ് ആയിരുന്നു അതിന്, എനിക്കത് കൈ പിടിക്കാൻ പറ്റിയില്ല. ആൻഡ് ബൈ മിസ്റ്റേക്ക് സോറി. എന്തായാലും ഇവിടെ ഇപ്പം 4 എണ്ണം കിടക്കുന്നു. 3 മറ്റേ എന്തായിരുന്നു അതിൻ്റെ പേര്? മെട്ടി. 3 മെട്ടിയും ഒരു അത് തന്നെ എന്താ ഷമ്മം. എന്തൊക്കെയാണേലും അതെ, എന്തെല്ലാം അടിപൊളി പേരുകളാ. നാസർക്ക് എത്ര നാളിന് ശേഷമാണ് മീൻ പിടിക്കാൻ വരുന്നത്? ഇടക്കിടക്ക് പോകാറുണ്ടോ? പോകാറുണ്ടല്ലേ? ഫാമിലിയായിട്ട് വരാൻ പറഞ്ഞു. ഫാമിലിയായിട്ട് ഒരു പിക്നിക്കായിട്ട് വരാൻ പറഞ്ഞു. ആര് ഇങ്ങോട്ട് വരണമെന്ന്? ഞാനോ? തീർച്ചയായും ഞാനും ശ്വേതയും അതേപോലെ തന്നെ മാനുക്കയുടെ വൈഫും കൂടെ അല്ലേ? പിള്ളേരും നമ്മൾ എന്തായാലും ഒരു ദിവസം ലക്ഷദ്വീപിന് വരുന്നുണ്ട്. നമുക്കത് നല്ല രീതിയിൽ ഞങ്ങൾ വന്ന് നമുക്കിവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാം, അതായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഒരു 4 മീനിനെ കിട്ടിയിരിക്കുകയാണ്. 4 മീന്. ബാക്കി ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് നമ്മളെന്തായാലും ബംഗാരം ഐലൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു. ഇനി പോയിട്ട് വേണം ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. ഇത് ന്യൂട്രല് ഫോർവേഡ് റിവേഴ്സ് അല്ലേ? 3 ഗിയർ. ഇതല്ലേ ഗിയർ? ഇപ്പൊ ന്യൂട്രലായി. ഇനിയിപ്പം ഇത് എഫിലിട്ടാൽ വണ്ടി നീങ്ങും.
ഇവിടെ ഈ ബംഗാരം ഐലൻഡിൽ എയർടെല്ലും BSNL റേഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരിസരത്തൊക്കെ നമുക്ക് റേഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഉച്ചക്കത്തേക്ക് വേണ്ടിയുള്ള മീൻ, നമ്മളിപ്പോൾ എടുത്ത മീൻ ഇവിടെ ബോട്ടിൽ വെച്ച് തന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ബംഗാരം ഐലൻഡിൽ പോയിട്ട് നമുക്ക് അവിടെ വെച്ച് പാചകം ചെയ്യും. അതാണ് സെറ്റപ്പ്. വേണ്ട, നമ്മൾ ഫ്രൈ ഉണ്ടാക്കാനും അതേപോലെ തന്നെ കറി ഉണ്ടാക്കാനും ഒക്കെ ഉള്ള രീതിയിൽ നമ്മളിവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. കേട്ടോ, എൻ്റെ ചെതുമ്പലൊക്കെ കളഞ്ഞ് കുട്ടപ്പനാക്കി എടുത്ത് വാവ്. ഷുക്കൂർക്ക് ഭയങ്കര എക്സ്പെർട്ടല്ലേ? എന്താ എക്സ്പീരിയൻസ് നോക്കി. എത്ര ചടേന്നാണ് ഇവിടെ മീൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. വേണ്ട, ടപ്പ് എല്ലാം ഭയങ്കര ഫാസ്റ്റാണ്. ഫ്രൈ ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും ഉള്ള മീൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബംഗാരം ഐലൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കി. എന്താ അല്ലേ, നീല കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഭയങ്കര സെറ്റപ്പാണ്. വാവ്. ബംഗാരം എത്താറായപ്പോഴത്തേക്കിനും ആ കടലിലെ വെള്ളമൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയി വരുന്നതാണ്ടാ. എന്ത് ഭംഗിയാന്ന് നോക്കി കണ്ടോ കാണാനായിട്ട്. അയ്യോ, ഇടൂല്ലേ, പൊളിച്ച്. ഇതിന്റെ അടിയിൽ കംപ്ലീറ്റ് കാണാം. നല്ല വെയിലുമാണിപ്പോൾ, നല്ല ചൂടുമായിട്ടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂട്. ബോട്ടിലൊക്കെ നമുക്കിവിടെ നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, അത്ര ചൂടായിട്ടുണ്ട്. പൊള്ളി തുടങ്ങി. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. വാവ്, ഇതൊരു ഭയങ്കര ഫീലാട്ടോ ഇത്. നമ്മൾ അവിടെ എവിടെയോ പോയിട്ടാണ് പാചകം ചെയ്യാൻ പോകുന്നത്. ഇതെന്താ ഇതിങ്ങനെ എന്നല്ലേ? സ്പടികം പോലെ തിളങ്ങണ കേട്ടോ, സ്പടികം പോലെ തിളങ്ങണ്. ഇത് വേറെ ലെവല് സ്ഥലം കേട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എന്താണ് ബംഗാരം ഐലൻഡ് എന്ന് പറഞ്ഞ പേര് വന്നത്. കാരണം സ്വർണം പോലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, തിളങ്ങി. സ്വർണ്ണമല്ല, സ്വർണ്ണവും സ്ഫടികവും എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്ര തിളക്കത്തിലാണ് വെള്ളം. കണ്ടോ, വെയിലടിച്ച് സ്പാർക്ലിംഗ് ക്ലീൻ വാട്ടറാണ്, നീറ്റാണ്, ക്ലീനാണ്. എന്താ അല്ലേ, ഇത് ഐലൻഡ് എത്തി. ഐലൻഡിലൊന്നും കാണുന്നില്ല, മരങ്ങൾ മാത്രമേ ഉള്ളൂ, തെങ്ങ് മാത്രമേ ഉള്ളൂ ഐലൻഡിൽ. എൻ്റെ പൊന്നെ, ഇത് ഭയങ്കര സംഭവം കേട്ടോ. എന്തായാലും ഇത് അവിടെ ഒരു ആമയുണ്ട്. ഈ ആമ കൂടുതലും കരയ്ക്കാണ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? കരയോട് ചേർത്താണ് ഈ ആമയെ നമുക്ക് കൂടുതലും കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ടർട്ടിൽ പോകുന്നത് കണ്ടു. ദേ ബോട്ട് കിടക്കുന്നുണ്ട. അപ്പോൾ ഈ കരയിലേക്ക് നമ്മൾ അടുപ്പിക്കുകയാണ്. ശുക്രും ആഷിക്കും ഇവിടെ ഇറങ്ങും. ഓക്കെ, അവിടെ അന്നേക്ക് നമ്മൾ ഭക്ഷണമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്ന പണിയേ ഉള്ളൂ. ഓ അത് ശരി. അപ്പോൾ നമ്മൾ അപ്പോൾ കറങ്ങാൻ പോകും. നമുക്ക് ഇറങ്ങാൻ പോകും. അവിടെ നിന്ന് വെട്ടാം, പോകുമ്പോൾ വെട്ടാം. അപ്പോൾ അവരിവിടെ ഇറങ്ങി. അപ്പോൾ നമ്മൾ ബോട്ടിലിരിക്കുകയാണ്. നമ്മൾ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് ബംഗാരം ഐലൻഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അവർ ആ സമയത്തേക്ക് ഇവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സമയമാകുമ്പോൾ 12 മണിയാവുന്നു. ചൂട്, ഭയങ്കര ചൂട്, നല്ല വെയിൽ. ബോട്ടിൻ്റെ അവിടെ നല്ല കൊള്ളും, ഭാരി ചൂടാണ്. ഓരോ സ്ഥലത്തും കടലിന് ഓരോ കളറാണ്. ഇവിടെ ഈ നീലയാണെങ്കിൽ അവിടെ കടുന്നില്ല. ആ ഭാഗത്ത് കണ്ടോ, നമുക്ക് ആ കളർ ചേഞ്ച് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? കടലിന്റെ നിറം മാറുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. എന്താ വ്യൂ നോക്കാം. നമ്മുടെ ബംഗാരം ഐലൻഡാണ് ഈ കാണുന്നത്. ബംഗാരം ഐലൻഡിലെ ബംഗാരം ഐലൻഡ് റിസോർട്ടാണ് ഈ കാണുന്നത്. നമ്മൾ ആ റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. കണ്ടോ, ഇത് കിട്ടില്ല സ്ഥലം. അതൊക്കെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ കണ്ടോ. ഏകദേശം 30 റൂമുകളുള്ള 15,000 രൂപ ചാർജ് ഉള്ള ഒരു റിസോർട്ടാണ് ഇത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ബംഗാരം ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ബംഗാരം ഐലൻഡിൽ വന്നപ്പോഴത്തേക്കിനും എന്താല്ലേ മാനുക്ക, ഒരു രക്ഷയില്ലാതെ അതായത് ഇവിടുത്തെ കാണുമ്പോഴത്തേക്കിനും ആ വെള്ളത്തിന്റെ കളറൊക്കെ ഉണ്ടല്ലോ. ഒരു രക്ഷയില്ല. നമ്മൾ ഇവിടെ വന്ന് ബോട്ടിലിറങ്ങി.
ഇവിടെ കുറെ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസും പിന്നെ ഇവിടെ ഒരു ബംഗാരം ഐലൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതെന്താണ്, എങ്ങനെയൊക്കെയാണ് ബംഗാരം ഐലൻഡിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ബോട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോയി. അപ്പം നമുക്കിവിടെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ കുറച്ച് വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമുക്ക് നോക്കാം. അപ്പം ഇവിടുത്തെ ബംഗാരം ഐലൻഡിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ലക്ഷദ്വീപിന്റെ കിടുക്കൻ സംഭവങ്ങൾ ഇനിയും വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ബൈ.